ഹൈദരാബാദ് 80 റൺസിന്റെ കൂറ്റൻ തോൽവിയാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയ്ക്കെതിരെ ഈ പറയുന്ന ഹൈദരാബാദ് നേടിയിട്ടുള്ളത്. നല്ല രീതിയിൽ റൺസ് കയറും. ആദ്യ ബാറ്റിങ്ങിൽ ലഭിച്ചു കഴിഞ്ഞാൽ 300 ഏകദേശം അടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എത്ര പേര് അടിക്കും നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉള്ളൊരു ടീമാണ് ഈ പറയുന്ന പോലെ ഹൈദരാബാദ്. പക്ഷേ വളരെ മോശമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനമാണ് ഈ പറയുന്ന ഹൈദരാബാദ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിങ്ങിലാണെങ്കിൽ ആശ്രയിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവരുടെ ടീമിലെ ഏറ്റവും ഈ പറയുന്ന പോലെ മോശമായിട്ടുള്ളത് ബോളിംഗ് സൈഡ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബാറ്റിംഗ് ഈ പറയുന്ന സൈഡ് കളിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബോളിംഗ് സൈഡിന് വളരെ വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിട്ട് അത് മാറും. അപ്പൊ എന്തായാലും ഹൈദരാബാദ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് ജയിച്ചുകൊണ്ട് ഞെട്ടിച്ചതല്ല, ഈ പറഞ്ഞാൽ ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളെല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് എല്ലാ സമയങ്ങളിലും ഈ പറയുന്ന അഗ്രഷൻ അല്ല ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. അഗ്രഷൻ കളിക്കുന്നത് നല്ലതാണ്, അത് സക്സസ് ആയാലും മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അഗ്രഷൻ എന്നുള്ള രീതിയിൽ കളിക്കുമ്പോൾ അതിന്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അത് കൂടുതലും റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ഇടയാകും. അതല്ലാണ്ട് തന്നെ സാഹചര്യം അനുസരിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലി കൂടിയുണ്ട് ക്രിക്കറ്റിൽ. അത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ശൈലി ഒന്ന് മാറ്റിയിട്ട് സാഹചര്യം മനസ്സിലാക്കി കളിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് കൂടി ഹൈദരാബാദ് നേടണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു വെല്ലുവിളിയായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ അഗ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എഴുതി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല. ഈ പറയുന്ന പോലെ അത് കളിയുടെ ഒരു മാച്ചിന്റെ ഒരു രീതി തന്നെയാണ്. ഈ പറയുന്ന സന്ദർഭത്തിനനുസരിച്ചും കളിക്കാം. എന്നാൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ബാസ്ബോൾ ശൈലിയിൽ നമ്മൾ കളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അഗ്രഷനിലൂടെ കളിക്കുന്നു, അത് അങ്ങനെ തന്നെ നമുക്ക് ഫോളോ അപ്പും ചെയ്യാം. പക്ഷേ അതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ വലിയൊരു ഹ്യൂജ് ടോട്ടലിലോട്ട് എത്തും എന്നുള്ളത്, കിട്ടിയാൽ നല്ലൊരു ടോട്ടലിലെത്തും, കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കുറവായിട്ടുള്ളൊരു ടോട്ടലിലോട്ട് ആയിരിക്കും എത്തുന്നത്. അതൊക്കെയാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ IPL സീസണിലെ ഫേവറേറ്റുകൾ എന്നറിയപ്പെട്ട ഒരു ടീമുകളിൽ ഒന്നാണ് ഹൈദരാബാദ്. പക്ഷെ ഇപ്പൊ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് 10ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. കഴിഞ്ഞ മത്സരം ജയിച്ചതുകൊണ്ട് തന്നെ കൊൽക്കത്ത 5ാം സ്ഥാനത്തിലോട്ടും ഹൈദരാബാദ് 4 മത്സരങ്ങളിൽ 1 ജയം മാത്രം എടുത്തുകൊണ്ട് ഏറ്റവും അവസാനത്തിലേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇനി എങ്ങനെ അവർക്ക് തിരിച്ചു കയറാൻ കഴിയുമെന്നുള്ളത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പാക്ട്സ് അപ്പ് ആയിട്ട് മറ്റേതെങ്കിലും നല്ല താരങ്ങളെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഗ്രഷനിൽ കളിക്കുന്ന താരങ്ങളെ ഇറക്കണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് അവിടെയും ചർച്ചകളായിട്ട് മുന്നോട്ട് പോകാം. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.